ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നേ ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു ബോ ചെയ്ത് നോക്കിയാലോ? അതിനായിട്ട് ഞാൻ കസവിൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനെ രണ്ട് സൈഡിൽ നിന്നും അകത്തേക്ക് മടക്കി ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ സെൻറ്ററിലേക്കൊന്ന് മടക്കി കൊടുക്കണം. സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത്. ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ആ മടക്കുപാട് അവിടെ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ രണ്ട് വശത്തുനിന്ന് സെൻറ്ററിലേക്കൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഞൊറി പോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ബോയുടെ ഷേപ്പ് കിട്ടും. ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടി സൂചി കോർത്തെടുത്ത് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് പട്ടുപാവാടയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് മാച്ചായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ബോയാണ് കേട്ടോ ഇത്. പിന്നെ ഈ ക്ലോത്ത് ഞാൻ ഒരു 10 ഇഞ്ച് നീളത്തിലും 6 ഇഞ്ച് വീതിയിലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിനി കുറച്ചുകൂടെ വലിയ ബോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കുറച്ചുകൂടെ കൂട്ടിയെടുക്കുക. ഇനി അതല്ല ചെറിയ ബോയോ വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറച്ചെടുത്താൽ മതി. അപ്പം അതിനനുസരിച്ച് സൈസ് കിട്ടും. ഇങ്ങനത്തെ ഒരു ബോയും അങ്ങനത്തേതൊന്നും നമ്മുടെ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. അപ്പം നമ്മൾ പിള്ളേർക്ക് പട്ടുപാവാടയൊക്കെ തയ്പ്പിക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന പീസുണ്ടല്ലോ, ബാക്കി വരുന്ന ക്ലോത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു വരുമാനം വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊക്കെ അറിയാതിരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ശരിയായതിന് ശേഷം നമ്മൾ നല്ല തുണിയിലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് തന്നെ ഒരു ബിസിനസ് ആക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് മേഖല വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പിന്നെ എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് താല്പര്യം ഉള്ള ഒരു മേഖല വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകും. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ വിജയിപ്പിക്കാനായിട്ട് നമ്മൾ എത്ര ബുദ്ധിമുട്ട് വേണമെങ്കിലും നമ്മൾ സഹിക്കും. അത് ശരിയല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം കണ്ടെത്തി അത് തുടങ്ങാൻ നോക്കുന്നതായിരിക്കും വിജയിക്കാൻ നല്ലത്. അപ്പം നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇത് അലിഗേറ്റർ ക്ലിപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെയർ ബാൻഡിലോ ഹെയർ ബണ്ണിലോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ ബോ ഒട്ടിച്ച് കൊടുക്കാവേ. അങ്ങനെ അലിഗേറ്റർ ക്ലിപ്പിൽ ഞാനത് ഒട്ടിച്ചെടുത്തു. കുറച്ചുകൂടി വലിയ അലിഗേറ്റർ ക്ലിപ്പായിരുന്നു നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് ഇച്ചിരി ചെറുതായിപ്പോയി. ബോ ഇച്ചിരി വലിപ്പം കൂടിയും പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. അല്പം ചെറുതാണെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വലിയ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ. ഒരു ചെറിയ പീസ് ക്ലോത്തും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മടക്കി എടുത്തിട്ട് ആ ബോയുടെ സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നൂലൊക്കെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ വശവും ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കണേ. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണേ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ചുറ്റിയെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ചുറ്റിയെടുത്ത് വരുമ്പോൾ അതിന് നീളം കൂടുതലാണെങ്കിൽ അതവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അറ്റവും കൂടി ഒന്ന് ഉരുക്കി കൊടുക്കണേ. ഉരുക്കി കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് നന്നായിട്ട് കശ തേക്കണം. പെട്ടെന്നൊന്നും വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റത്ത് നന്നായിട്ട് കശ തേച്ചിട്ട് അത് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഇടയിലായിട്ട് കയറ്റി ഒട്ടിച്ചു കൊടുക്കണം. കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ടാന്നുള്ളവർക്ക് ഈ ബോ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. വലിയ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് സിമ്പിൾ ബോയ് ആയിട്ട് വേണമെങ്കിലും വെക്കാം. ഞാനിപ്പം കുറച്ച് മുല്ലപ്പൂവിൻ്റെ ഒരു ഇതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാൻവാസിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു അപ്പുറവും ഇപ്പുറവും 2 എണ്ണം വീതം മുല്ലമുട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുല്ലമുട്ടിൻ്റെ തണ്ടിന് ഇത്ര നീളം വേണ്ടാന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് ഒരു വലിയ ഗ്യാപ്പ് വരും. അപ്പം നടുക്ക് ഞാൻ ഒരു പോളൻ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഗ്യാപ്പ് വേണ്ടല്ലോ. അതുകൊണ്ട് ഒരു കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ അപ്പുറവും ഇപ്പുറവും മുല്ലമുട്ട ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ഗോൾഡൻ കളർ പോളൻ എടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇനി പോളൻ വേണ്ടാന്നുള്ളവർക്ക് അതിൻ്റെ നടുക്കായിട്ട് ഒരു 1-2 മുല്ലമുട്ടും കൂടെ ഒട്ടിച്ച് കൊടുത്താലും മതി. മുല്ലമുട്ട് മാത്രമായിട്ടാണേലും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിരിക്കും. ഇനി ആ ക്യാൻവാസിൻ്റെ ഷീറ്റ് പുറത്തേക്ക് കാണാവുന്നത്
ഇത് കാണാവുന്ന പോലെ നിന്നതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിൽ പശ നന്നായിട്ട് തേച്ച് കൊടുക്കണം. പശ നന്നായിട്ട് തേച്ചിട്ട് ആ ബോയുടെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ബോ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.